ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചോറ് തയ്യാറാക്കാം. തക്കാളി ചേർത്തിട്ടുള്ളൊരു ചോറാണിത്. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നാണ്. നിങ്ങളുടെ അടുത്ത് ഉഴുന്ന് പരിപ്പാണുള്ളതെങ്കിൽ പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം മുഴുവൻ ഉഴുന്നാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉഴുന്ന് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതിനടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പൊടിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോറിടുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കാത്ത ചോറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് വേവിച്ച ചോറാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ചോറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിൻ്റെ ചോറാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ചോറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. നമ്മൾ സാധാരണ ഏത് ചോറാണോ ഉണ്ടാക്കുന്നത് ആ ചോറ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചോറ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത ചോറ് ചേർക്കരുത്. നല്ല കറക്റ്റ് വേവിനുള്ള ചോറ് തന്നെ ചേർക്കാം. നല്ല വെന്ത ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് കുറച്ചുകൂടി അടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേവിനുള്ള ചോറ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചോറ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയും ചോറും ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി പപ്പടത്തിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.